യേശുവിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പ്രതികരിച്ചത്. ഒരർത്ഥത്തിൽ വളരെ പെട്ടെന്നുള്ള വിയോഗം എനിക്കതൊരു ഞെട്ടലായിട്ടാണ് കേട്ട ഉടനെ അനുഭവപ്പെടുന്നത്. വളരെയേറെ ആദരവും ബഹുമാനവും നന്ദിയുമാണ് ഫ്രാൻസിസ് പാപ്പയെ സ്മരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ചുരുക്കത്തിൽ എനിക്ക് തോന്നുന്നത് സുവിശേഷത്തിൽ കാണുന്ന ക്രിസ്തുവിനെ അതിൻ്റെ എല്ലാ ചൈതന്യത്തിലും സ്വാംശീകരിക്കുവാനായിട്ട് ശ്രമിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, വിശ്വസ്തതയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും സഭാസമൂഹത്തിനുള്ളിലും ലോകത്തിനും അദ്ദേഹം പുതിയ ജീവിത ശൈലികളും പുതിയ സമീപനങ്ങളുമാണ് സംഭാവന നൽകിയിരിക്കുന്നത്. ഏത് ജീവിത തുറയിലുള്ളവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ മാതൃകയും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലിയും ഇടപെടുന്ന രീതികളുമെല്ലാം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അനുകരിക്കാവുന്നതാണ്, സ്വീകരിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ സഭാസമൂഹത്തിനുള്ളിൽ തന്നെ അദ്ദേഹം റിന്യൂവലിന് വേണ്ടി, നവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ്. പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ കാലത്ത് തന്നെ, ആ ദിവസം തന്നെ പതിവ് പോലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ ജനങ്ങളെ കാണുവാൻ പത്രോസിൻ്റെ ബസിലിക്കയുടെ ബാൽക്കണിയിൽ വന്നു നിൽക്കുമ്പോൾ അവിടെ അന്ന് കൂടിയ ജനസമൂഹത്തെ അതിശയപ്പെടുത്തുമാറ് അദ്ദേഹം ജനത്തെ ആസ്വദിക്കുന്നതിനു പകരം ബ്ലസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ ബ്ലസ് ചെയ്യാനായിട്ട് അദ്ദേഹം ശിരസ് നമിച്ച് നിന്നത് എല്ലാവരെയും ആകർഷിച്ച ഒരു ജസ്റ്ററാണ്. അത് വളരെയേറെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്.